ഹലോ ചങ്ങാതിമാരെ, ഇന്ന് ഒരു അറബിക് മജ്ബൂസ് വയ്ക്കാം എന്ന് തയ്യാറാക്കാമെന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഇടനേര, കറിയാമ്പൂ, കറുകപ്പട്ട, ഉണക്ക നാരങ്ങ, ഏലക്ക, അതുപോലെ സ്റ്റാർ അനീസ്. 2 കിലോ ചിക്കൻ, ഒരു ചിക്കൻ 4 പീസാക്കിയിട്ട് 2 കിലോ ചിക്കൻ 8 പീസ്. ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് വലുത്, എരിവ് കുറഞ്ഞത്, അതിൻ്റെ അല്ലി ഞാൻ എടുത്ത് കളഞ്ഞു, സവാള, 2 തക്കാളി. അപ്പോൾ ഇത് ഇനി അങ്ങനെ നമുക്ക് കുക്ക് ചെയ്ത് എങ്ങനെ എടുക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മജ്ബൂസിന് ആവശ്യമായ പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. വലിയ പാത്രമാണ്. കഴിഞ്ഞ തവണ ഞാൻ എന്തോ ഉണ്ടാക്കിയപ്പോൾ ഈ പാത്രം തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്ര വലിയൊരു പാത്രത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഞാൻ 5 ഗ്ലാസ് റൈസാണ് ഉപയോഗിക്കുന്നതിനകത്ത്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ചെയ്തത് സമയം ഒരുപാട് എടുത്തായിരുന്നു. അപ്പോൾ അതിന് നല്ല സഹോദരങ്ങളുടെ ഉപദേശം എനിക്ക് കമൻസായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നല്ല മനസ്സോടെ സ്വീകരിക്കുന്നു. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. നമ്മൾ അതിനകത്ത് വലിയൊരു പ്രാക്ടീസുള്ള ഒരാളല്ല. ഇന്നിപ്പോൾ മജ്ബൂസ് വയ്ക്കുന്ന എൻ്റെ ഒരു അറബി സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് പറഞ്ഞു തന്ന പ്രകാരം ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാത്രം ശരിക്കും ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു 50 ഗ്രാം ഓയിൽ ചേർത്ത് കൊടുക്കാം ആദ്യം. അതിന് ശേഷം നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലകൾ, ആ ഐറ്റങ്ങൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാല നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ ഒരു സവാള 8 പീസ് 10 പീസൊക്കെ ആയിട്ട് ചിക്കനും കൂട്ടി അരിഞ്ഞിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഉള്ളി ശരിക്കൊന്ന് ചുവന്ന് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അരി ഞാൻ ആവശ്യത്തിന് നന്നായിട്ട് കഴുകി വാലയ്ക്ക് വെച്ചതിന് ശേഷം മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ സവാള ചെറുതായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് അറബിക് മജ്ബൂസിൻ്റെ മസാല മേടിക്കാൻ കിട്ടും. അത് ഇടാണെങ്കിൽ നല്ലതാണ്, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ഉള്ള മസാലയുടെ ഇൻഗ്രീഡിയൻസ് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ചില്ലി പൗഡർ. ഇനി ആവശ്യമായ ഉപ്പ് ഒരു 2 സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ വേവിച്ചതിന് ശേഷം ആ വെള്ളത്തിലാണ് നമ്മൾ മജ്ബൂസിൻ്റെ അരി ഇടുന്നത്. ഇപ്പോൾ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു തള വന്നു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ്റെ പിന്നെ വെള്ളം ചേർത്ത് നമുക്ക് തിളച്ച വെള്ളം ചേർക്കണം. തിളച്ച വെള്ളം ചേർത്ത് നമുക്കത് വേവുന്നവരെ ഇപ്പം നേരത്തെ ഞാനെടുത്തിരുന്ന ഉണക്ക നാരങ്ങ ഞാൻ ചെറുതായിട്ടൊന്ന് കുത്തി പൊട്ടിച്ചിട്ടുണ്ട് സൈഡൊക്കെ. കാരണം ഇതിൻ്റെ നീര്
ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി 4 പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. 2.5 ടീസ്പൂണാണ്. കൂടെ ഇതുകൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 5 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. അത് ഒന്നും ചെയ്തിട്ടില്ല, മുഴുവനപ്പാടെ കഴുകിയിട്ടേക്കുവാണ്. അപ്പം ഇനി തിളച്ച വെള്ളം നമുക്ക് ചേർക്കാം. വെള്ളം ഇനി കുറച്ചുകൂടി വെള്ളം ചേർക്കണം. അരിക്ക് ആവശ്യമായ വെള്ളം. നമ്മൾ ഇത് വെള്ളം ഊറ്റിക്കളയുന്നില്ല, ഇതിൽ അരി വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ മാറ്റുന്നു. അതിന് ശേഷം അരി ചേർക്കും. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. 3 നാരങ്ങയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചിക്കൻ നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ സ്കിന്നോട് കൂടിയിട്ട് നമ്മൾ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അങ്ങനെയാണ് അറബി മജ്ബൂസ് ഉണ്ടാക്കുന്നത്, അറബിക് മജ്ബൂസ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷമാണ് ഇത് പാകം ചെയ്യുന്നത്. 2 തക്കാളി അരിഞ്ഞിട്ട് അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് ശരിക്കും അരച്ചെടുക്കണം. അതുപോലെ ഇച്ചിരി നാരങ്ങ നീര്. ഇത് രണ്ടും എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ നമ്മൾ ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. അപ്പോൾ അതിനൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രണ്ട് തവി പാല്, ഫ്രഷ് മിൽക്ക് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അധികം നേരം ഇതിനകത്ത് ഒരു 3 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ സൈഡൊന്ന് മറിച്ച് കൊടുത്താൽ മതി. ഈ കളറിലേക്ക് വന്നോളൂ. അപ്പോൾ ചിക്കൻ അറബിക് മജ്ബൂസ് റെഡി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ലതാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻസ്, ആരെങ്കിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക.